സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിയതോടെ സർവകലാശാല സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനം 100% ശരിയാണെന്ന് തെളിഞ്ഞതായി സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് ജി മുരളീധരൻ. സിൻഡിക്കേറ്റ് തീരുമാനം നിയമപരമാണെന്ന് തെളിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. സർവകലാ രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിയ കോടതി തീരുമാനം സർവകലാശാല സിൻഡിക്കേറ്റ് എടുത്ത നടപടി 100% ശരിയാണെന്ന് തെളിയിച്ചതായി ഇടത് സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് ജി മുരളീധരൻ പറഞ്ഞു. ഈ തീരുമാനം 18 അംഗങ്ങൾ അംഗീകരിച്ച് അത് സർവകലാശാലയുടെ തീരുമാനമാക്കി ഇന്നലെ തന്നെ കോടതി അറിയിക്കാൻ വേണ്ടി സ്റ്റാൻഡിംഗ് കൗൺസിലിന് അയച്ചു കൊടുക്കുകയും അതോടൊപ്പം തന്നെ നിലവിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് റദ്ദ് ചെയ്തുകൊണ്ട് രജിസ്ട്രാർക്ക് ചാർജ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓർഡറും ഇറക്കുകയാണ് ചെയ്തത്. അപ്പോൾ സർവകലാശാല എടുത്ത തീരുമാനം 100% ശരിയായിരുന്നു. പലരും പറഞ്ഞ് BCയുടെ ആബ്സെൻസിൽ കൂടിയ സിൻഡിക്കേറ്റ് തീരുമാനത്തിന് ഒരു വിലയുമില്ല, നിയമപരമായി നിൽക്കില്ലെന്നാണ് ഇന്നലെ ചാർജുകാരിയായിട്ടുള്ള വൈസ് ചാൻസലർ പറഞ്ഞത്. ഇന്നിപ്പോൾ കോടതിയിൽ ഡോക്ടർ KS അനിൽകുമാറിൻ്റെ ഹർജി പിൻവലിക്കാൻ അനുമതി നൽകിയതോടുകൂടി ഇന്നലത്തെ സിൻഡിക്കേറ്റ് നിയമപരമാണ് എന്നാണ് ഇന്ന് കോടതി അംഗീകരിച്ചിട്ടുള്ളത്. നിയമവിരുദ്ധ നടപടികൾ സ്വീകരിക്കുന്നവരെയാണ് രാജ്ഭവൻ VCമാരായി നിയമിക്കുന്നത്. കോടതി വിധി വന്നതോടെ VCയുടെ വാദങ്ങളെല്ലാം അസാധുവായി. കാരണം നിയമവിരുദ്ധമായ നടപടികൾ സ്വീകരിക്കുന്നവരെയാണല്ലോ കേരളത്തിലെ വൈസ് ചാൻസലർമാരായി ഇപ്പോൾ നിയോഗിക്കുന്നത് രാജ്ഭവൻ. അപ്പോൾ ഈ കോടതി വിധി വരുന്നതിന് മുമ്പ് തന്നെയാണ് ഇങ്ങനൊരു നിയമവിരുദ്ധമായ നടപടി, അതായത് ഡോക്ടർ KS അനിൽകുമാറിനെ നടപടി എടുത്തതുപോലെ തന്നെ ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ ചുമതലയുള്ള JR ആയിട്ടുള്ള ഹരികുമാർ രജിസ്ട്രാർ ഇൻചാർജ് ആയിരുന്നു. ഇദ്ദേഹം സസ്പെൻഷനിലായിരുന്നപ്പം അദ്ദേഹത്തെ നടപടി എടുത്തിരിക്കുകയാണ്. അത് സിൻഡിക്കേറ്റ് പറയുന്നത് നേരത്തെ രജിസ്ട്രാറെ നടപടി എടുത്തതുപോലെ തന്നെ നിയമവിരുദ്ധമാണ് ഹരികുമാറിനെതിരെ നടപടി സ്വീകരിച്ചത്. കേരളത്തിലേക്ക് വിദേശത്തു നിന്നും കൂടുതൽ വിദ്യാർത്ഥികൾ എത്തുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖല വികസിപ്പിക്കാനുള്ള നടപടികളാണ് കൈക്കൊള്ളുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേരള സർവകലാശാലയിലേക്ക് 81 രാജ്യങ്ങളിൽ നിന്ന് 2620 വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ തന്നിരിക്കുകയാണ് പഠിക്കാൻ. കേരള യൂണിവേഴ്സിറ്റിയിൽ മാത്രം. നിങ്ങൾ ഇവിടുന്ന് പുറത്തു പോകുന്നവരെ കുറിച്ചാണല്ലോ പറയുന്നത്, ഇങ്ങോട്ട് വരുന്നവരെ കുറിച്ച് എന്ത് അന്വേഷിക്കുന്നില്ല? അപ്പോൾ കേരള സർവകലാശാലയിൽ ഇത് മാത്രമാണെന്നുണ്ടെങ്കിൽ കൊച്ചിയുണ്ട്, അതേപോലെ തന്നെ മഹാത്മാഗാന്ധി സർവകലാശാലയുണ്ട്, കണ്ണൂർ സർവകലാശാലയുണ്ട്, കോഴിക്കോട് സർവകലാശാലയുണ്ട്. അവിടെയൊക്കെ വന്ന കണക്ക് വേറെയാണ്. അപ്പോൾ കേരളത്തിലെ സർവകലാശാലകൾ ലോകത്തും രാജ്യത്തും ശ്രദ്ധിക്കപ്പെടുന്ന സർവകലാശാലകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.